മേപ്പടി എന്ന ചിത്രത്തിന്റെ ഡയറക്ടറുള്ള വിഷ്ണു മോഹൻ ഏറ്റവും പുതിയ ലാലേട്ടന് വേണ്ടി ഒരുക്കുന്ന ചിത്രമാണ് L367. പലവരും വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു ചിത്രം ഡ്രോപ്പ് ആയി അല്ലെങ്കിൽ ഈ ഒരു ചിത്രം സംഭവിക്കില്ലെന്നാണ്. കാരണം ഈ ഒരു ചിത്രത്തിന്റെ അപ്ഡേറ്റ് ഈ ഒരു ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് ശേഷം പിന്നെ വന്നിട്ടില്ല. അതിന് കാരണം ഈ ഒരു ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ തന്നെയാണ്. പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ കുറച്ച് ചാലഞ്ചിങ് ആണ്. കാരണം ഇതൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്. ചിത്രത്തിന്റെ ഷൂട്ടും പരിപാടികളൊക്കെ തുടങ്ങാൻ പോകുന്നത് ഈ ഒരു വർഷം അവസാനത്തോടെ ആയിരിക്കും എന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. അതിന് നമുക്ക് കമന്റ്സ് അപ്ഡേറ്റിലൂടെ തന്നെ വരാം. ആദ്യത്തെ ചിത്രത്തെക്കുറിച്ച് ചോദിച്ചിട്ടുള്ളത് ഗോട്ട് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഇനി സംഭവിക്കുമെന്നാണ്. അത് സംഭവിക്കാൻ ഇനി ചാൻസസ് വളരെ വളരെ കുറവാണ്. ഇനി സംഭവിക്കത്തില്ലെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഗോട്ട് ചിത്രം എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് പാർട്ടി തീർക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിരുന്നു. കാരണം ആ രീതിയിൽ ഈ ഒരു ചിത്രത്തെ കട്ട് ചെയ്ത് മൊത്തം സെറ്റ് ചെയ്യാവുന്ന സാധനത്തെ രണ്ട് പാർട്ടാക്കി തിരിച്ചു. ഫസ്റ്റ് പാർട്ട് എടുത്ത് ഹിറ്റ് ആവുകയും ചെയ്തില്ല. സെക്കൻഡ് പാർട്ടിന് ലീഡും കൊടുത്തു. പടം ലാസ്റ്റ് മൊത്തം കയ്യിൽ നിന്ന് പോയി. ഒരു പക്ഷേ ഗോട്ട് ചിത്രം ഭയങ്കര ഹിറ്റ് ആയിരുന്നെങ്കിൽ സെക്കൻഡ് പാർട്ട് എന്തായാലും സംഭവിക്കും, അല്ലെങ്കിൽ സംഭവിക്കാൻ ചാൻസ് ഫ്യൂച്ചറിൽ സംഭവിക്കാമെന്ന് വരെ നമുക്ക് പറയായിരുന്നു. ബട്ട് ഇനി ആ ഒരു പ്രൊജക്ട് നടക്കാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ്. അടുത്ത കമന്റ് വഴി ചോദിച്ചുള്ളത് മമിത ബൈജുവിന്റെ നെക്സ്റ്റ് പടം ഏതെന്നാണ്. മമിത ബൈജു ഇപ്പോൾ കാരാന്ന് പറഞ്ഞാൽ ധനുഷ് ചിത്രത്തിലും ബെത്ലഹേം കുടുംബ യൂണിറ്റ് അങ്ങനെ കടലിൽ ഒരുപാട് ചിത്രങ്ങളൊക്കെ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് മൂവി എന്നൊക്കെ പറയാൻ പറ്റത്തില്ല. പുള്ളിക്കാർ ഇപ്പോൾ പല പല സിനിമയിലൊക്കെ ഇപ്പം തന്നെ അഭിനയിച്ച് പോവുകയാണ്. അടുത്തത് ചോദിച്ചിട്ടുള്ളത് ആഷിഖ് കപൂറിന്റെ നെക്സ്റ്റ് മൂവി ഏതെന്നാണ്. പുള്ളി ലാസ്റ്റായി ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് റൈഫിൾ ക്ലബ് ആയിരുന്നു. അതിനുശേഷം പുള്ളിയുടെ അടുത്തൊരു ഡയറക്ടറിക്കൽ മൂവിനെ പറ്റിയുള്ള ഒരു പ്രോപ്പർ അപ്ഡേറ്റ് ഇതുവരെയായിട്ടും പുറത്തിറങ്ങിയിട്ടില്ല. അടുത്ത അപ്ഡേറ്റ് കത്തനാറും D152 എന്ന ദിലീപ് ഏട്ടൻ ചിത്രത്തെ പറ്റിയാണ്. ഈ രണ്ട് ചിത്രത്തിനെ പറ്റിയുള്ള ഒരു ക്ലിയർ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു സിനിമയെക്കുറിച്ച് റിലീസിനെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ കത്തനാറിൻ്റെ ഈ വരുന്ന മൺസൂൺ സ്പെഷ്യലായിട്ടാണ് തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. ദിലീപ് ഏട്ടൻ ചിത്രമാണെങ്കിൽ ഈ വരുന്ന ബക്രീദ് പ്രമാണിച്ചാണ് റിലീസ്, അല്ലെങ്കിൽ പിന്നെ ജൂലൈ പ്രമാണിച്ചായിരിക്കും ഈ ഒരു ചിത്രത്തിൻ്റെ റിലീസ് ഉണ്ടാവുക. ഫാമിലി സ്റ്റാർ ജയറാമേട്ടൻ നായകനെ പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ആശകളായിരം എന്ന ചിത്രം അത്യാവശ്യം ഒരു ഹിറ്റ് സ്റ്റാറ്റസ് ഒക്കെ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു ബോക്സ് ഓഫീസിൽ. ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസ് ഇന്ന് C5 വഴി നടന്നിരിക്കുകയാണ്. രൺബീർ കപൂറിന്റെ ഇനിയും വരാനിരിക്കുന്ന സെക്കൻഡ് പാർട്ട് ചിത്രങ്ങളിൽ മോസ്റ്റ് അവൈറ്റഡ് വൺ ആണ് ബ്രഹ്മാസ്ത്ര 2നെ പറ്റിയുള്ള ഒരു പ്രോപ്പർ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ ഒരു അപ്ഡേറ്റ് വീഡിയോയിൽ പറഞ്ഞ പോലൊക്കെ തന്നെ രാമായണം ചിത്രത്തിന് ശേഷം ബ്രഹ്മാസ്ത്ര 2ന്റെ വർക്കുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഒഫീഷ്യലി തന്നെ ചിത്രത്തിന്റെ ടീം ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. ഹിറ്റ് സിനിമകൾ തിരഞ്ഞുപിടിച്ച് ചെയ്യുന്ന ഒരു ആക്ടറാണ് സന്ദീപ് നായകനെ പുറത്തിറങ്ങിയിരിക്കുന്ന ഒരു പക്ക എന്റർടൈനർ ആണ് കോസ്മിക് സൈമൺ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഏകദേശം 80 ദിവസത്തോളം വരുന്ന ഷൂട്ടിംഗ് ഷെഡ്യൂളോടെ ഈ ഒരു ചിത്രം ഇപ്പോൾ പാക്കപ്പ് ആയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി തന്നെ ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രം ഈ വർഷം തന്നെ തിയേറ്റർ റിലീസിംഗ് ആണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടന്റെ ദൃശ്യം കാണാതെ അല്ലെങ്കിൽ പലവർക്കും ദൃശ്യം 2 തിയേറ്ററിൽ ഇറങ്ങാത്തതിന്റെ വിഷമത്തിൽ തിയേറ്ററിലേക്ക് റിലീസ് എത്തിയിട്ടുള്ള ലാലേട്ടൻ ചിത്രമായിരുന്നു ദൃശ്യം 2. ബട്ട് ഈ ഒരു ചിത്രം റിലീസിന് എത്തിക്കഴിഞ്ഞപ്പോൾ റിലീസ് വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഏകദേശം 5 ലക്ഷത്തിന് താഴെ മാത്രമാണ് ചിത്രത്തിലെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ചിത്രം തിയേറ്ററിൽ നിന്ന് വാഷ് ഔട്ടായി ഒരു പരാജയമായി മാറിയിരിക്കുകയാണ്. ശിവകാർത്തി നായകനെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സിയോൺ എന്ന ചിത്രത്തിൽ കയദ് ലോഗർ ആയിരുന്നു നായികയെ ആദ്യം സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബട്ട് പുള്ളിക്കാരി ആ ഒരു ചിത്രത്തിൽ നിന്ന് ഇപ്പോൾ പിന്മാറിയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി തന്നെ കൺഫേം ആക്കിയിരിക്കുകയാണ്. ദുരന്തറാകെ ഇപ്പോൾ തിയേറ്ററിൽ വൻപൻ ഓളം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ചിത്രം ഇപ്പോൾ ഏകദേശം 1800 കോടി രൂപയ്ക്ക് അടുത്തോളം ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കുകയാണ്. നെറ്റ് കളക്ഷൻ ഏകദേശം 90 കോടി രൂപയോളം ഇപ്പോൾ മൈസൂരിൽ നിന്ന് സ്വന്തമാക്കി ഓൾ ടൈം റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ OTT റിലീസ് ഉടനെ നടക്കേണ്ടതായിരുന്നു. ബട്ട് IPL ഒക്കെ നടക്കുന്നതുകൊണ്ടൊക്കെ തന്നെ ചിത്രത്തിന്റെ OTT റിലീസ് പോസ്റ്റ്പോണ്ട് ആക്കി ചിത്രത്തിന് വീണ്ടും അഡ്വാൻറ്റേജ് അടിച്ച് മികച്ചൊരു കളക്ഷൻ നേടിയെടുക്കാനുള്ള ചാൻസസ് ആണ് ഇപ്പോൾ ഒരുക്കി കൊടുത്തിട്ടുള്ളത്. ആട് ചിത്രത്തിന്റെ 3ാം ഭാഗം തിയേറ്ററിൽ വലിയൊരു വിജയമായി മാറിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ സാറ്റലൈറ്റിന്റെ അവകാശങ്ങൾ ഇപ്പോൾ ഏഷ്യനെറ്റ് സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ദുൽഖർ നായകനെ നഹാസ് ഹിദായത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഐ ആം ഗെയിം എന്ന ചിത്രം. ഏകദേശം 156 ദിവസത്തോളം വരുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയി ചിത്രം പാക്കപ്പ് ആയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രം വരുന്ന ഓണം റിലീസാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇരുമുഖൻ ചിത്രത്തിന് ശേഷം ആ ഒരു ഡയറക്ടർ ആക്ടർ കോംബോ ഇവരായിരിക്കുന്ന ചിയാൻ വിക്രമിന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഇന്ന് വൈകുന്നേരം 6 മണിയോടെ പുറത്തിറങ്ങുമെന്ന് ഒഫീഷ്യലി തന്നെ ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. അങ്ങനെ വാഴ 2 അടിച്ച അടിയിൽ ബോക്സ് ഓഫീസിന്റെ കിളി പറത്തി അമ്മാതിരി റെക്കോർഡാണ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. വാഴ 2 ഇപ്പോൾ ജസ്റ്റ് 16 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 100 കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ലാലേട്ടന്റെ തുടരും സിനിമ പോലെ ഏകദേശം 19 ദിവസം കൊണ്ടായിരുന്നു കേരളത്തിൽ 100 കോടി രൂപ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇതൊന്നും പോരാഞ്ഞിട്ട് ചിത്രം വേൾഡുമായിട്ട് 200 കോടി ക്ലബിൽ ഇടം പിടിച്ചെന്നും ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇനി ഈ ഒരു ചിത്രത്തിന്റെ തെലുങ്ക് വെർഷനൊക്കെ ഈ വരുന്ന ഏപ്രിൽ 24-നാണ് പുറത്തിറങ്ങുന്ന ഒരു കാര്യം ഒഫീഷ്യലി തന്നെ ചിത്രത്തിന്റെ ടീമായാലും കൺഫേം ആക്കിയിരിക്കുകയാണ്. അല്ലു അർജുൻ നായകനെ അറ്റ്ലി സംവിധാനത്തിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് രാഗ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ട് കംപ്ലീറ്റ് ആക്കാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വരുന്ന ഏപ്രിൽ മെയ് മാസമാണ്. ഇനി ഡിലേ വരുമോ എന്നറിയത്തില്ല. ഇനി ഒരു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിൽ ഈ ഒരു ചിത്രത്തിൽ ഒരു ക്യാമിയോ റോളിലായിട്ട് ഷാരൂഖ് ഖാൻ എത്തുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് സംഭവിക്കുകയാണെങ്കിൽ അടുത്തൊരു ഇന്ത്യൻ സിനിമ കാണാൻ പോകുന്ന ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗും ബിഗ്ഗസ്റ്റ് ഹൈപ്പുള്ള ചിത്രമായി മാറും. എന്ന് വെച്ചാൽ അല്ലു അർജുൻ ഇപ്പോൾ തന്നെ ഭയങ്കര ബ്രാൻഡ് വാല്യൂം അല്ലെങ്കിൽ പുഷ്പ 2-ന് ശേഷമുള്ള
അല്ലു അർജുൻ ചിത്രം എന്ന ഹൈപ്പും കൂടെ തന്നെ അല്ലി കോംബോയിൽ വരുന്ന ചിത്രം, അതുപോലുള്ള ഒരു ഗ്യാരണ്ടി ആയിട്ടുള്ള ചിത്രത്തിൽ ഒരു ഷാരൂഖ് ഖാൻ ക്യാമിയോയും കൂടെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് ഭയങ്കര രീതിയിലുള്ള ഒരു ഹൈപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആകെ ഈ ഒരു കാര്യം ഭയങ്കര രീതിയിൽ തന്നെ ചർച്ചയാവുകയാണ്. അതുപോലെ ഭയങ്കര രീതിയിൽ തന്നെ ട്രെൻഡിങ് ആയി ഭയങ്കര രീതിയിലുള്ള പ്രതീക്ഷയാണ് ഈ ഒരു അപ്ഡേറ്റോട് കൂടി തന്നെ വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കാര്യത്തെ പറ്റിയുള്ള ഒരു ഒഫീഷ്യൽ കൂടുതൽ കൺഫർമേഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.